ഇത് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ആൻസർ എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്രൂപ്പ്സ് ആർ ഐസോമോർഫിക്? ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ പെയർ ഏതാണ് ഇതിൽ? Z24 ആൻഡ് Z8 പ്ലസ് Z3 ആണോ? Z25 ആൻഡ് Z5 പ്ലസ് Z5 ആണോ? Z4 ആൻഡ് Z2 ആൻഡ് Z2 ആണോ? Z2 പ്ലസ് Z2 ആണോ? Z20 ആൻഡ് Z2 പ്ലസ് Z10 ആണോ? ഏതാണ് ഐസോമോർഫിക് ആയിട്ടുള്ള പെയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. പിടികിട്ടിയോ? എങ്ങനെയാ? ഇതിൽ താഴെ കാണുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, കിട്ടും. 24 എന്ന് പറഞ്ഞാൽ എന്താ? 8 into 3 ആണ്, ശരിയല്ലേ? ഇനി 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2 ആണ്. ഇവിടെ 25 എന്ന് പറഞ്ഞാൽ 5 into 5 ആണ്. അങ്ങനത്തെ ഗ്രൂപ്പുകളെ തരുള്ളൂ നമുക്ക് ഐസോമോർഫിക് ആയിട്ട്. 20 എന്ന് പറഞ്ഞാൽ 2 into 10 ആണ്. അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഓക്കെ, 10. ഇതിൽ ഏത് രണ്ട് നമ്പറുകളാണ് റിലേറ്റീവ്ലി പ്രൈം എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. Z8 പ്ലസ് Z3 പറയുമ്പോൾ അവിടെ 8ഉം 3ഉം അത് റിലേറ്റീവ്ലി പ്രൈമാണ്. GCD 1 ആണ്. കോമൺ ഫാക്ടർ 1 അല്ലാതെ 8നും 3നും വേറെ കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടോ? ഇല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Z8 പ്ലസ് Z3 ഈസ് ഐസോമോർഫിക് ടു Z8 into 3 is 24. 24ഉമായിട്ട് ഐസോമോർഫിക് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ബാക്കിയുള്ള നമ്പറുകൾ നോക്കൂ. 25 5 into 5 ആണ്. അത് പക്ഷേ 5ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. അതിന്റെ കോമൺ ഫാക്ടർ 5ന്റെയും 5ന്റെ ഇടയ്ക്കുള്ള കോമൺ ഫാക്ടർ ആരാ? 5 തന്നെയാ, അല്ലേ? അടുത്ത കേസ് നോക്കൂ. Z4ഉം Z2 2ഉം 2ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. അതിന്റെ GCD എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. പിന്നെ 2ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. അതിന്റെ GCD 2 ആണ് വരുന്നത്. റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം നമുക്ക്? GCD 1 എന്ന് കിട്ടണം. GCD 1 എന്ന് കിട്ടണം റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഇൻ ദ റിംഗ്? റിംഗിലെ ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഇൻ ദ റിംഗ് Z ഓഫ് √2 that is equal to A plus B √2. A comma B belongs to Z. ഇതൊരു റിംഗ് ആണ്. Z ഓഫ് √2 എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ച പോലെ Z ഓഫ് I എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെ. അപ്പൊ ഇതിലെ എലമെന്റുകളൊക്കെ ഏത് ഫോർമാറ്റിലാണ് ഉണ്ടാവുക? A പ്ലസ് B √2 എന്നുള്ള ഫോർമാറ്റിലാണ് ഉണ്ടാവുക. എങ്ങനെ? A പ്ലസ് B √2. അതിലെ എയും ബിയും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. എന്താണ് യൂണിറ്റ് ഇൻ എ റിംഗ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാ. ഇൻ എ റിംഗ് ഓർ ഇൻ എ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എലമെന്റ് ഹാവിംഗ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അല്ലെ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിറ്റ് എലമെന്റ് എന്ന് പറയാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകൾ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? യൂണിറ്റി എന്ന് പറഞ്ഞത്, കേട്ടോ. രണ്ടും ശ്രദ്ധിക്കണം. റിംഗ് പഠിക്കുമ്പോഴും ഫീൽഡ് പഠിക്കുമ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റി ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകളെയാണ് പറയാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവേഴ്സിന്റെ കോഎഫിഷ്യൻസ്, അതായത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എയും ബിയും എന്തായിരിക്കണം? ഇൻഡിജറുകൾ ആയിരിക്കണം. ഓക്കെ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇങ്ങനെ എഴുതുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നോക്കുക. ഇപ്പോ 3 + 2 √2ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇങ്ങനെ എഴുതുക. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 1/3 + 2 √2. ഇതാണ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ഇറാഷണൽ നമ്പറിനെ റാഷണലൈസ് ചെയ്ത് മാറ്റണം. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 - 2 √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിന്റെ കോൺജുഗേറ്റ് പോലെയുള്ള എലമെന്റ് ആണ്, കേട്ടോ. 3 - 2 √2 കൊണ്ട് മുകളിലും താഴെ നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, സോറി, മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഇസ് നമുക്കിവിടെ കിട്ടുക 3 - 2 √2 ഡിവൈഡഡ് ബൈ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കി. ഇത് A + B × A - B ആണ്. അത് A² - B² അല്ലേ വരിക?
ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ 2 ആണ് കിട്ടുക കേട്ടോ, അല്ലേ? അപ്പോൾ 3 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 9 മൈനസ് 2 സ്ക്വയർ 4, 4 ഇൻറ്റു 2 8, അല്ലേ? എന്ത് വരും? 3 മൈനസ് 2 റൂട്ട് 2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1. 3 മൈനസ് 2 റൂട്ട് 2. ഈ 3 മൈനസ് 2 റൂട്ട് 2 എവിടെയുള്ള ആളാണ്? എവിടെയുള്ള ആളാണ്? സെഡ് റൂട്ട് 2, സെഡ് ഓഫ് റൂട്ട് 2ലുള്ള ആളാണ്. കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന നമ്പറുകൾ കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന നമ്പറുകൾ ആരൊക്കെയാണ്? ഒന്ന് 3യും പിന്നെ ഒന്ന് -2 ആണ്. ഇത് രണ്ടും എന്താ? ഇൻഡിജറുകളാണ്, അല്ലെ? അതുകൊണ്ട് ഇത് സെഡ് ഓഫ് റൂട്ട് 2ലുള്ള എലമെന്റ് ആണ്. ദർഫോർ ഇതിന് എന്തുണ്ട്? 3 പ്ലസ് 2 റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിന് ഇൻവേഴ്സ് ഉണ്ട്. 3 പ്ലസ് 2 റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിന് എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് 3 പ്ലസ് 2 റൂട്ട് 2 ഇവിടുത്തെ എന്താണ്? യൂണിറ്റ് എലമെന്റ് ആണ്. Therefore 3 plus 2 root 2 have inverse. Therefore 3 plus 2 root 2 is a unit. അതെന്താണെന്ന് പറയാം? നമുക്ക് ഒരു യൂണിറ്റ് ആണ് എന്ന് പറയാം. 3 plus 2 root 2 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഒരു യൂണിറ്റ് ആണ് എന്ന് പറയാം. സംഭവം പിടികിട്ടിയോ? മറ്റ് നമ്പറുകൾക്ക് യൂണിറ്റ് ഇല്ല എന്നാണോ? മറ്റ് നമ്പറുകളൊന്നും യൂണിറ്റ് അല്ല എന്നാണോ അപ്പോൾ പറയുന്നത്? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാം? മറ്റു നമ്പർ ഒന്ന് ട്രൈ നോക്കാം. നമുക്ക് മറ്റേതൊന്ന് ട്രൈ നോക്കാം. അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ നമ്പർ എടുത്തെന്ന് വിചാരിക്കും. 2 പ്ലസ് 3 റൂട്ട് 2ൻ്റെ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതേണ്ടത് നമ്മൾ 1/2 പ്ലസ് 3 റൂട്ട് 2 എന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺജുഗേറ്റ് പോലെയുള്ള നമ്പർ ഉണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മുകളിൽ എന്ത് കിട്ടും? 2 മൈനസ് 3 റൂട്ട് 2 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇൻറ്റു 2, അല്ലേ? നോക്കിയേ, 2 മൈനസ് 3 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് ഇതെന്താ വരിക? 3 സ്ക്വയർ 9 ഇൻറ്റു 2 18, അല്ലേ? ഇതൊരു ഇൻഡിജർ ആയിട്ട് കിട്ടുമോ? നമുക്ക് കിട്ടൂലല്ലോ, ഇൻഡിജർ ആയിട്ട് വരില്ലല്ലോ. ഇത് 2 മൈനസ് 3 റൂട്ട് 2 ഡിവൈഡഡ് ബൈ -14 എന്നാണ് വരിക. അപ്പോൾ 2/14 ഇതിൻ്റെ നമ്പേഴ്സ് വരുന്നത് 2 - 14 പിന്നെ അതുപോലെ -3 റൂട്ട് 2 - 14 വരിക. ഇത് ഇൻഡിജർ അല്ലല്ലോ, ഇതും ഇൻഡിജർ അല്ല. ഇതൊന്നും എവിടെ ഇല്ല? സെഡിനകത്ത് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇതിന് എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഈ 2 പ്ലസ് 2 3 റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിന് എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. അതൊന്നും അപ്പോൾ എന്തല്ല? യൂണിറ്റ് അല്ല. അപ്പോൾ യൂണിറ്റ് ആയിട്ട് വരുന്ന എലമെന്റ് ഇവിടെ ഇത് മാത്രമായിരിക്കും, ഈ ആദ്യം കിട്ടിയ എലമെന്റ് മാത്രമായിരിക്കും. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ നോക്കി ഈ പ്രൊസീജിയർ പഠിച്ചു വയ്ക്കുക. 1/3 പ്ലസ് 2 റൂട്ട് 2 ആണ് ഇൻവേഴ്സ്. അപ്പോൾ അതിലെ ആ 2 റൂട്ട് 2 ഡിനോമിനേറ്ററിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച മെത്തേഡാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ടേം, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വെച്ച് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. നമുക്കൊരു ഇൻഡിജർ കോഎഫിഷ്യൻ്റ് ഉള്ള എക്സ്പ്രഷൻ തന്നെ കിട്ടി. അതുകൊണ്ട് അത് എവിടെ ഉണ്ടെന്ന് പറയാം? സെറ്റ് ഓഫ് റൂട്ട് 2 എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടെന്ന്, റിങ്ങിനകത്ത് ഉണ്ടെന്ന് പറയാം. ദിസ് ഇസ് എ യൂണിറ്റ് എലമെന്റ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് എലമെന്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് 7ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സീറോ ഡിവൈസർ ഇൻ Z10? സീറോ ഡിവൈസർ, റിങ്ങിന്റെ സീറോ ഡിവൈസർ എന്താണ് എന്നാണ് ചോദ്യം. സീറോ ഡിവൈസർ ഇൻ Z10 എന്താണ്? സീറോ ഡിവൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ A, B എന്ന് പറയുന്ന രണ്ട് എലമെന്റുകൾ റിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ആ എയും ബിയും എന്താവരുത്? സീറോ ആവരുത്. പക്ഷേ A ഇൻറ്റു ബി എന്താവണം? സീറോ ആവണം. അങ്ങനെയാണെങ്കിൽ A ആൻഡ് B ആർ സീറോ ഡിവൈസേഴ്സ്. എനെയും ബിനെയാണ് നമ്മൾ എന്ത് പറയുക? സീറോ ഡിവൈസേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രണ്ട് നമ്പറുകളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. നോൺ സീറോ ആയിട്ടുള്ള രണ്ട് നമ്പറുകൾ, എന്നാൽ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സീറോ കിട്ടുകയും വേണം. അതിന് നമുക്ക് Z10 ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. Z10 ആരൊക്കെയാണ് ഉള്ളത്? 0 1 2 3 4 5 6 7 8
n ആയി. ഇവിടെ അഡീഷൻ മോഡുലോ 6ഉം മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6ഉം ആണ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 അല്ല കേട്ടോ 10 ആണ്. അഡീഷൻ മോഡുലോ 10 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10. അവിടെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പൊ ഏത് രണ്ട് നോൺ സീറോ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക എന്ന് നോക്കി നോക്കൂ. ഏതൊക്കെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 കിട്ടുക? 0 കിട്ടുക എന്ന് വെച്ചാൽ 10ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെ നമ്പർ ഉണ്ടാവും? വളരെ ബേസിക് ആയിട്ട് 0 എന്ന് തുടങ്ങാൻ പാടില്ല. 1 എന്ന് തുടങ്ങുമ്പോൾ ആരും ഉണ്ടാവില്ല. 2 എന്ന് തുടങ്ങുമ്പോൾ 2 into 2 6 4 5 അല്ലെ. 2 into 5 വരും. ഒന്ന് നോക്കി നോക്കിയേ, 10 കിട്ടില്ലേ? 2 into 10 5 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 10 എന്ന് കിട്ടും. 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. അപ്പോൾ 2ഉം 5ഉം ഇവിടുത്തെ 0 ഡിവൈസേഴ്സ് ആണ്. ഈ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഏതിനാണ് 0 ഡിവൈസർ പ്രോപ്പർട്ടി ഉള്ളത്? പിന്നെ ഒന്നിനും ഇല്ല അല്ലെ. പിന്നെ ഒന്നും 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. പിന്നെ അടുത്തത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 21 ഒന്നും വരില്ല 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 4 into 5 ഉണ്ടാവും അല്ലെ. 4 into 5 0 ആണ്. ശരിയല്ലേ? വേറെ നമ്പറുകളൊന്നുമില്ല. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 4 5 into 4 ഉണ്ടാവും, അത് 0 ആണ്. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ n 5 40 5 into 8 കാണും, അത് 0 ആണ്. n 5 40 അല്ലെ. 40 ആണ് കിട്ടുന്നെങ്കിൽ 40നെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റിമൈൻഡർ 0 വരിക. അപ്പൊ ഈ നമ്പറുകളൊക്കെ എന്താണ്? 0 ഡിവൈസസ് ആണ്. 2 വരും, 5 വരും, 4 വരും, 8 വരും. ഇതൊക്കെ എന്താണ്? 0 ഡിവൈസസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ ആരാളുള്ളത്? 5 ആണുള്ളത് അല്ലെ. 5 is a 0 ഡിവൈസർ. 5 ഇതിലൊരു 0 ഡിവൈസർ ആണ്. പിന്നെ വേറെ 0 ഡിവൈസസ് വരുന്ന 2 വരും, 4 വരും, 8 വരും. ഇതൊക്കെ എന്താണ്? 0 ഡിവൈസസ് ആണ്. ഓക്കെ, കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.